പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു, അഡോർ യു, വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം പുറപ്പാട് 15-ാം അധ്യായം 26-ാം വാക്യം മുതൽ. നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അപ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നു, കർത്താവിൻ്റെ സ്വരം കേട്ട് കർത്താവിൻ്റെ വചനം ശ്രവിച്ച് അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ വലിയ മഹാമാരികളൊന്നും നമ്മൾക്ക് വരികയില്ല എന്ന് കർത്താവ് പറയുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് കൂട്ടിച്ചേർക്കുന്നു, ഞാൻ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. ബൈബിളിലുടനീളം രോഗശാന്തി നൽകുന്ന കർത്താവിനെ നമ്മൾ കാണുന്നു. മുടന്തന്മാരെ സുഖപ്പെടുത്തുന്നു, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, അശുദ്ധാത്മാവ് ബാധിച്ചവരെ അതെല്ലാം ഒഴിപ്പിക്കുന്നു. അങ്ങനെ സൗഖ്യം നൽകുന്ന കർത്താവ്. അപ്പം അതിനുള്ള ഒരു കണ്ടീഷൻ വചനം പഠിക്കുകയും അതനുസരിച്ച് ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും വചനാധിഷ്ഠിതമല്ലാത്ത എല്ലാത്തിനെയും ജീവിതത്തിൽ നിന്നും മാറ്റിക്കളയുകയും വേണം. പിന്നെ ഞാൻ അസ്റ്റർമേഡ് സിറ്റിയിലോട്ട് പോയി. ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടി പോയതാണ്. പോകുന്ന സമയത്ത് അവിടെ വെച്ച് എൻ്റെ ഒരു സുഹൃത്ത്, ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത്, സ്കൂൾ കാലം മുതൽ ഞങ്ങളൊക്കെ ഒരുമിച്ചൊക്കെ പഠിച്ച സുഹൃത്ത്, കാലിന് ഇത്തിരി പ്രോബ്ലമായിട്ട് അവിടെ വെച്ച് ഞങ്ങൾ കണ്ടു. അപ്പോൾ പെട്ടെന്ന് ഇപ്പം ഞാൻ പുള്ളിനോട് പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കും, ഇതൊക്കെ പെട്ടെന്ന് ശരിയാവും, ഓക്കെ, ഡോണ്ട് വറി. അപ്പോൾ ആ സമയത്ത് എനിക്കുണ്ടായ ഒരു ലൈഫിലെ ഇത് 30 ദിവസം ആൻറ്റിബയോട്ടിക് കാലത്തും വൈകുന്നേരം ഇഞ്ചക്ട് ചെയ്ത് ഭക്ഷണം കാണുമ്പോൾ തന്നെ വൊമിറ്റ് ചെയ്യാൻ വരുന്ന, അങ്ങനെ ഒരു ഭയങ്കര നിരാശ പിടിച്ച ഒരു വെയിറ്റൊക്കെ കണ്ടമാനം കുറഞ്ഞ് ഒരു കാലഘട്ടത്തിലൂടെയും കടന്നു പോയത് അവനും കണ്ടതാണ്. അപ്പം ആ ഒരു സന്ദർഭം ഞങ്ങൾ ഓർക്കുകയും ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഇപ്പം അസുഖങ്ങൾ വരികയാണെങ്കിൽ തന്നെ അത് കർത്താവിനെ കൂടുതൽ ഓർക്കാനും കർത്താവിൻ്റെ വചനങ്ങളൊക്കെ അതിന് മുറുകെ പിടിക്കാനും ഈ എല്ലാം ടെമ്പററിയാണ്. ഇപ്പോൾ കഷ്ടകാലം വന്നാലും അതും ടെമ്പററിയാണ്. അതിൻ്റെ അവസാനം ഒരു അസുഖം വന്നാലും അത് മാറും. സൗഖ്യപ്പെടുത്തുന്ന എല്ലാത്തിനും പോകുന്ന കർത്താവാണ് നമ്മുടെ ദൈവം.
എന്ന ഒരു പൂർണ്ണ വിശ്വാസം നമുക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ രോഗം മാറും. വചനം ആത്മാർത്ഥമായിട്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയാലും, ആത്മീയ പ്രശ്നങ്ങളാണെങ്കിലും, സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിലും, സമാധാനക്കുറവാണെങ്കിലും, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ, വചനം പഠിക്കുക, ധ്യാനിക്കുക, കർത്താവിനോട് ചേർന്ന് നിൽക്കുക, കർത്താവിനോട് അപേക്ഷിക്കുക. അപ്പോൾ കർത്താവ് നമ്മുടെ കരം പിടിച്ച് നമ്മളെ നയിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം പലപ്പോഴും എന്നോട് സംസാരിക്കുന്ന ഒരു രീതി, ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ നീ കടന്നുപോയി, ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ എവിടെ? ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ രോഗശാന്തി തരുമെന്നല്ല പറയുന്നത്, അറ്റ്ലീസ്റ്റ് കർത്താവ് കറക്റ്റ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കും, കറക്റ്റ് മരുന്നുകൾ നമുക്ക് ലഭ്യമാക്കും, ആ മരുന്ന് നമ്മളിൽ ഫലിക്കും, ആ ഒരു റിക്കവറി നമുക്ക് ലഭിക്കും. അപ്പോൾ കർത്താവിന് കീഴ്പ്പെടുക, കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക, മറ്റെല്ലാത്തിനെയും ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുക. ഇത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മുടെ അവസ്ഥ എന്തു തന്നെയായിരുന്നാലും, നല്ല അവസ്ഥയാണെങ്കിലും, മോശപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിലും, കർത്താവിന് മുറുകെ പിടിക്കുവാനുള്ള ഒരു ധൈര്യം, ഒരു വിവേകം കർത്താവ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.